അങ്ങനെ നമ്മൾ അഞ്ചുരുളി മുനമ്പിലേക്ക് പോവുകയാണ്. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിലേക്കുള്ള മൺപാതയിൽ എത്തിച്ചേരാം. പിന്നെ ഇതൊരു തേക്ക് പ്ലാന്റേഷനാണ്. അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. വളരെ വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ അഞ്ചുരുളി മുനമ്പിൻ്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റുകാരുടെ വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധരെ തടയാനായിരിക്കണം. അപ്പോൾ ഏത് ഡിവിഷനിൻ്റെ കീഴിലാണ് ഈ തേക്ക് പ്ലാന്റേഷൻ വരുന്നതെന്നുള്ള ഒരു സൂചനയൊക്കെ ഫോറസ്റ്റുകാരോട് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അഞ്ചുരുളി മുനമ്പ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുനമ്പിലേക്ക് ചെല്ലുന്നതിന് മുന്നേ ഈ വനത്തിലൂടെയുള്ളൊരു യാത്ര. തേക്ക് പ്ലാന്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോകും തോറും വളരെ വളരെ ഭംഗിയുള്ള മരങ്ങളും വ്യത്യസ്ത ആകൃതിയിലുള്ള മരങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു വഴിയിലൂടെ നമുക്കിങ്ങനെ നടക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കാടിൻ്റെ നടുവിലുള്ള മൺപാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. നോക്കിക്കേ, എത്ര വ്യത്യസ്തമായ മരങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ വേരുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണല്ലേ. എനിക്ക് പൊതുവെ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ചപ്പ് ഹരിതാപവും എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മരക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് മറ്റൊരു സംഗതി കാണുന്നത്. ഈ മരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എനിക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയൊരു രൂപം. ഇങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ ആണ് ഈ ഒരു അഞ്ചുരുളി മുനമ്പിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാനുള്ളത്. അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പ്രകൃതിയുടെ കലാസൃഷ്ടികളാണ് ഓരോ മരത്തിലും. നമ്മുടെ നാട്ടിൽ അധികമാർക്കും അറിയാത്തൊരു സ്ഥലമാണ് മുനമ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ കാനനപാതയിലൂടെ വേണം അഞ്ചുരുളി മുനമ്പിലേക്ക് യാത്ര ചെയ്യാൻ. ഈ മരം കണ്ടോ? ഈ മരത്തിന് എന്ത് ഭംഗിയാണല്ലേ. ഇതെങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും? ഇത് മനുഷ്യന് തരുന്ന കലാസൃഷ്ടികൾ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതി അതിൻ്റെ വേരുകളും അതിൻ്റെ ശിഖരങ്ങളും ചൂട്ടിക്കൂട്ടി ഒരു കലാരൂപം എന്ന രീതിയിൽ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കമിതാക്കളുടെ ഇഷ്ടയിടം കൂടിയാണ് അഞ്ചുരുളി മുനമ്പ്. ഒരുപാട് കമിതാക്കളെ നമുക്കിവിടെ കാണാനും സാധിക്കും. ഇത്രയും ശാന്തി സമാധാനമുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന കാണുകയാണ്. അപ്പോൾ മനുഷ്യൻ എന്ന മൃഗമാണ് പ്രകൃതിയെ മലിനമാക്കുന്നതെന്ന് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അഞ്ചുരുളി മുനമ്പിലേക്കുള്ള യാത്രയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു മരമാണ്. ഇതിൻ്റെ ഭംഗിയൊന്നും നോക്കി, ഇതിൻ്റെ സൃഷ്ടിയൊന്നും നോക്കി, ഇതിൻ്റെ വേരുകളും ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം ഒരുമിച്ച് എത്ര മനോഹരമായിട്ടാണ് പ്രകൃതി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയാണ് ഏറ്റവും വലിയ കലാകാരി എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് അഞ്ചുരുളി മുനമ്പിലെ ഓരോ വൃക്ഷങ്ങൾ പോലും. നമ്മുടെ യാത്ര തുടരുകയാണ്. ഏകദേശം 500 മീറ്ററോളം നമ്മൾ ഈ വനത്തിനുള്ളിലൂടെ നടന്ന് വേണം അഞ്ചുരുളി മുനമ്പിലെത്താൻ. വനത്തിനുള്ളിലൂടെയുള്ള യാത്ര നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അഞ്ചുരുളി മുനമ്പിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അഞ്ചുരുളി മുനമ്പ് എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. യാത്രയുടെ അവസാനം നമ്മൾ അഞ്ചുരുളി മുനമ്പിലെത്തിയിരിക്കുകയാണ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന, ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന അഞ്ചുരുളി ടണലിൻ്റെ കാഴ്ചകൾ ലഭിക്കുന്ന, അതുമാത്രമല്ല ചരിത്രമുണങ്ങുന്ന ചരിത്രഭൂമിയായ അഞ്ചുരുളി മുനമ്പ്. ശിലായുഗ സംസ്കാരത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു തെളിവും കൂടിയാണ് ഈ അഞ്ചുരുളി ടണൽ. അപ്പോൾ ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ അഞ്ചുരുളിയിൽ എത്താറുണ്ട്. അഞ്ചുരുളിലെത്തുന്ന സഞ്ചാരികളെല്ലാം തന്നെ ഇവിടുത്തെ മുളം കമ്പുകളിൽ പേര് രേഖപ്പെടുത്തിയിട്ടാണ് മടങ്ങുന്നത്. അഞ്ചുരുളിയുടെ സൗന്ദര്യം എനിക്ക് എത്രമാത്രം കാണിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.